Hey all, good morning. Welcome to CSE with Michael. October 29th, right? So we are expecting results today. The result varunnoru veliya shrudiyundu. Let's see how it goes. Okay, so let's get into a day with lot of climate change news. So first we'll start with climate justice. എന്താണ് climate justice എന്ന് മിനിസ്റ്റർ പറയുന്നുണ്ട്, അതൊന്ന് നോക്കുക. And this article basically gives, ഇതിൻ്റെ second half ഉണ്ട് inside page. This basically gives base ideas about the Paris deal, അതിൻ്റെ കുറേ കാര്യങ്ങൾ. സോ what you need to do is that ഇന്നത്തെ ഓരോ പറയുന്ന പോയിന്റ് നമ്മളെടുത്ത് സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് റീഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇന്ത്യാസ് റിന്യൂവബിൾ എനർജി കമ്മിറ്റ്മെൻറ്റ് ഓഫ് 450 gigawatt. ഓക്കെ, അതെന്താണെന്ന് നോക്കുക. ആൻഡ് ദെൻ ഇഫ് യു ലുക്ക് അറ്റ് ഗ്ലാസ് 26th, ഓക്കെ, there's nothing there. Okay, issues in which there is going to be tussle between several countries. Net zero goal, net zero നമ്മൾ ഓൾറെഡി കുറേ കണ്ടു കഴിഞ്ഞാണ്. അപ്പോൾ അങ്ങനെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നോക്കി പോവുക. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾക്കൊരു ക്ലൈമറ്റ് ചേഞ്ചുമായിട്ടൊരു അണ്ടർസ്റ്റാൻഡിങ് ഡെവലപ്പ് ചെയ്യാൻ ഈ ദിവസങ്ങൾ നമ്മളെ സഹായിക്കും. അപ്പോൾ ഓരോ പോയിന്റുകൾ കാണുമ്പോഴും നമുക്ക് UPSC റെലവൻ്റ് ആയ ഓരോ പോയിന്റ് നമ്മൾ കാണുമ്പോഴും നമുക്ക് അറിയത്തില്ലെങ്കിൽ അതൊന്ന് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുക. ഓക്കെ, അധികം സമയം സ്പെൻഡ് ചെയ്യേണ്ട, അത് ഹാർഡ് കോറായിട്ട് പഠിക്കാനും നോക്കണ്ട. നമ്മളിത് പഠിക്കുന്നത് റിപ്പീറ്റഡ് റീഡിങ്ങിലൂടെയാണ്. അപ്പോൾ ഇന്ന് നമ്മളൊന്ന് വായിച്ചു, നാളെ പിന്നെയും ആർട്ടിക്കിൾസിൽ അത് കാണും. അപ്പോൾ ഇന്നലെ വായിച്ചതെന്ന് ഓർത്ത് ഇന്ന് വായിക്കാതിരിക്കരുത്. ഓക്കെ, ബിക്കോസ് വാട്ട് റിയലി ഹെൽപ്സ് ഈസ് ദാറ്റ് നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് വായിക്കുമ്പോഴാണ് നമുക്ക് ഈ കാര്യങ്ങൾ ഇൻഗ്രൈൻഡ് ആകുന്നത്. അപ്പോൾ റോട്ട് ലേണിങ്ങിനേക്കാളും ഇതൊരു നമ്മുടെ ഒരു ടോട്ടൽ അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ വിസ്റ്റത്തിൻ്റെ പാർട്ടാക്കാൻ ശ്രമിക്കുക. ആ ഒരു പ്രോസസ്സാണ് ഇപ്പം നമുക്ക് പ്രിലിംസിൽ ഹെൽപ്ഫുൾ ആവുള്ളൂ. അത് റോട്ട് ട്രേഡിംഗ് കൊണ്ട് പ്രിലിംസ് ക്ലിയർ ചെയ്യാമെന്നുള്ളൊരു കാലം കഴിഞ്ഞു പോയി. Okay, then we have another news on what first we will go to this climate dividend. Climate കാര്യങ്ങൾ തന്നെ നോക്കാം. While net zero commitment can be avoided, India stands to gain from energy transition. അപ്പോൾ കാർബൺ ബഡ്ജറ്റ് എന്താണെന്ന് പറയുന്നുണ്ട്, അതുപോലെ ടാർഗറ്റ്സുകൾ എന്താണെന്ന് പറയുന്നുണ്ട്. 2 degree Celsius or 1.5 degree Celsius അണ്ടർ പാരീസ് എഗ്രിമെൻറ്റ്. പാരീസ് എഗ്രിമെൻറ്റിനെ കുറിച്ചുള്ള ബേസിക് ഡീറ്റെയിൽസ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ അങ്ങനെ പല കാര്യങ്ങൾ പറയുന്നുണ്ട്. ഓരോരോ ഞാൻ ഹൈലൈറ്റ് ചെയ്ത പോർഷൻസും വായിക്കുക. ഇൻഫാക്ട് ഇത് മൊത്തം നിങ്ങൾ വായിക്കണം. ഹൈലൈറ്റ് ചെയ്ത പോർഷൻസിന് ഇച്ചിരി ത്രസ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. റൈറ്റ്, അത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്. ക്ലിയർ സിഗ്നൽ. ഓക്കെ, ചൈനയുടെ ആ ഒരു റെഗുലേഷൻ, ആ ലോയെക്കുറിച്ച് നമ്മൾ പറഞ്ഞായിരുന്നു. ഇപ്പോൾ ചൈനയ്ക്ക് ഇത് സോൾവ് ചെയ്യാൻ വലിയ താല്പര്യമില്ല എന്നുള്ളതിൻ്റെ ഒരു ലക്ഷണങ്ങളാണ് ബോർഡർ ഡിസ്പ്യൂട്ട് ഈ ഇടയ്ക്ക് വന്നത്. സോൾവ് ചെയ്യാൻ വലിയ താല്പര്യമില്ല, ചൈനയുടെ ലോങ് ടൈം എയിംസ് അതല്ല എന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിളാണിത്. സോ ആർട്ടിക്കിൾ ഒന്ന് വായിക്കുക. ഹാമിദ് അൻസാരിയുടെ ആർട്ടിക്കിൾ ഉണ്ട്, പക്ഷേ I don't think it's more political than anything else, so we may not have to read that. Now, early childhood education. എഡ്യൂക്കേഷൻ്റെ കീഴിൽ വരുന്ന ഒരു സബ് ടോപ്പിക്കാണ്. സോ നമുക്കൊരു സ്പെസിഫിക് ആയിട്ടൊരു ക്വസ്റ്റ്യൻ വരും എന്നുള്ളതിന് പ്രോബബിലിറ്റീസ് ആർ ലെസ്. പക്ഷേ എങ്കിൽ നമ്മൾ എഡ്യൂക്കേഷൻ ക്വസ്റ്റ്യൻ്റെ ഒരു സബ് പോയിൻ്റ് ആയിട്ട് 1, 2, 3 പോയിന്റ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സബ് ടോപ്പിക്കാണ്. സോ റീഡ് ചെയ്യുക, ഹൈലൈറ്റ് ചെയ്ത പോർഷൻസ് വായിക്കുക. റൈറ്റ്, NDP's ആക്ട് ടു ബി അമെൻഡഡ്. ആക്ട് അമെൻഡ് ചെയ്യണോ എന്നുള്ള ചോദ്യമാണ്. അപ്പോൾ നമ്മൾ എന്താണ് സബ്സ്റ്റൻസ് അബ്യൂസിൻ്റെ കാര്യങ്ങൾ ഇപ്പോൾ ഭയങ്കരമായിട്ട് ന്യൂസിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ആക്ട് നമുക്ക് ഫെമിലിയർ ആയിരിക്കണം, NDPS ആക്ട്. സോ ഈ ആക്ടിൻ്റെ ഡിഫറെൻറ്റ് പ്രൊവിഷൻസ് എന്തൊക്കെയാണ് ഇതിനകത്ത് വരുത്താവുന്ന ചേഞ്ചസ് എന്നുള്ള കാര്യങ്ങളാണ്. ഈ ഹൈലൈറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസിൻ്റെ ആൻസറുകൾ വായിക്കുക. അഗെയിൻ ഗ്ലാസ്ഗോ ക്ലൈമറ്റ് ടെസ്റ്റ്. അപ്പോൾ ഇമ്പാക്ട്സ് കൊടുത്തിട്ടുണ്ട്, എന്തൊക്കെയാണ് ക്ലൈമറ്റ് ചേഞ്ച് കൊണ്ട് വരുന്ന ഇമ്പാക്ട്. അപ്പോൾ ഇത് നിങ്ങളൊന്ന് എഴുതി വെക്കുന്നത് നല്ലതാണ്. ബിക്കോസ് ഇമ്പാക്ട്സ് എഴുതുമ്പോൾ നിങ്ങൾക്ക് ഇമ്പാക്ട്സ് ഡൈവേഴ്സ് ആയിട്ടുള്ള ഡയമെൻഷൻസിൽ അറിഞ്ഞിരിക്കണം. നമുക്കത് ഒരു ഫ്രെയിം വർക്ക് വെച്ചിട്ട് അറിയാവുന്നേ ഉള്ളൂ. ഇപ്പോൾ സൊസൈറ്റിയിലുള്ള ഇമ്പാക്ട് എന്താണ്, പൊളിറ്റിക്കൽ ഇമ്പാക്ട് എന്താണ്, ഗവർണൻസ് ഇമ്പാക്ട് എന്താണ്, ഇൻ്റർനാഷണൽ റിലേഷൻസിലെ ഇമ്പാക്ട് എന്താണ്, ഇക്കണോമിക് ഇമ്പാക്ട്സ് എന്താണ്. സോ അങ്ങനെ ശ്രദ്ധിക്കുക. അൺഅച്ചീവബിൾ ടാർഗറ്റ്, പിന്നെ അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് പറഞ്ഞിരിക്കുന്നത്. പാരീസ് ഡീൽ എന്താണെന്ന് നോക്കുക. ഓരോ സ്റ്റേക്ക് ഹോൾഡേഴ്സും എന്തൊക്കെ ചെയ്യാം. ഇത് GS ആൻസറിനും SA ആൻസറിനും ഒരുപോലെ ബെനിഫിഷ്യലാണ്. ഇൻഫാക്ട് ദിസ് ആർട്ടിക്കിൾ ഈസ് സോ ക്രിട്ടിക്കൽ ഫോർ SA ബിക്കോസ് SA യൂഷ്വലി UPSC ഹാസ് ദിസ് ക്ലൈമറ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് വൺസ് ഇൻ എ വൈൽ. റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ വെൻ യു കം അക്രോസ് ഗുഡ് ആർട്ടിക്കിൾസ് ലൈക്ക് ദിസ് എഴുതി വെക്കുക, എന്ന് മെയിൻ പോയിന്റ്സ് ഒക്കെ കോപ്പി ചെയ്യുക. സോ ജസ്റ്റ് ഞാനിപ്പോൾ ഈ ആർട്ടിക്കിൾ വായിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ആൻഡ് എവരിവൺ ഹാസ് എ റോൾ ടു പ്ലേ എന്ന് പറഞ്ഞ് 2 പാരഗ്രാഫ് ഐ ടുക്ക് എ സ്ക്രീൻഷോട്ട് ആൻഡ് ഐ saved it for my future use. സോ അങ്ങനെ നിങ്ങൾക്കും യൂസ് ചെയ്യാം. ഓക്കെ, നൗ GST റീകമ്പൻസ് ലോൺസ് എന്താണെന്ന് നോക്കുക. ദാറ്റ്സ് ഇറ്റ്. GST കോമ്പൻസേഷൻ എന്താണെന്ന് നോക്കുക. അത്രയും കാര്യങ്ങൾ ഇതിനകത്ത് നോക്കാനുള്ളൂ. GST എന്താണെന്ന് ഒബ്വിയസ്ലി വി നീഡ് ടു നോ. ലൈക്ക് അത് ഞാൻ ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആയി കളഞ്ഞു. സോ ഇഫ് യു ആർ സ്റ്റാർട്ടിങ് ഫസ്റ്റ്, we have to basically see what are the basic
ബേസിക് ഫീച്ചേഴ്സ് ഓഫ് GST. ഇന്ന് അത് മാത്രം നോക്കുക. GST എന്താണെന്ന് മാത്രം നോക്കുക. വോട്ട് ആസ്പെക്റ്റ് നോക്കുക. വൈ ആൻഡ് വെയർ ഒക്കെ നമുക്ക് പിന്നീട് നോക്കാം. ഇനിയും വാർത്തകൾ വരും, അപ്പോൾ നമുക്കത് കാണാൻ സാധിക്കും. കാർഡ്സ സാങ്ഷൻസ് വെയ്വർ. ഇപ്പോൾ കാർഡ്സ എന്താണെന്നുള്ളതാണ്. S400 എന്താണെന്നുള്ളത് നോക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞാണ് വാട്ട് ഈസ് S400. നമ്മൾ ചാനലിൽ ഒരു ക്വസ്റ്റ്യൻ ഇട്ടിട്ടുണ്ടായിരുന്നു. സോ ഇഫ് യു ഹാവ് ഇൻ റിയലി ഗോൺ ത്രൂ ദാറ്റ് ക്വസ്റ്റ്യൻ, പ്ലീസ് ഗോ ത്രൂ ദാറ്റ് ക്വസ്റ്റ്യൻ. അത് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ എക്സ്പ്ലനേഷൻ വായിച്ച് കഴിയുമ്പോൾ എന്താണ് S400 എന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. നൗ യു ഹാവ് ടു റിമെമ്പർ വാട്ട് ഈസ് കാർഡ്സ. അതൊന്ന് നോക്കി വെക്കുക. ചൈന റിജക്ട്സ് കൺസേൺസ് ഓർ ബോർഡർ ലോ. ഈ ഒരു ഉത്തരം റെസ്പോൺസ് എന്ന് വായിക്കുക. നമ്മുടെ ഇന്ത്യയുടെ സ്റ്റാൻഡ് എന്താണെന്ന് മനസ്സിലാവും. ബട്ട് ദി എൻറ്റയർ തിങ് ഇറ്റ്സ് ജസ്റ്റ് എ റിപ്പീറ്റേഷൻ ഓഫ് ഐഡിയാസ്. സോ യു ക്വിക്ലി റീഡ് ഇറ്റ്, scan through it. I am saying scan through it. You cannot avoid it. Just scan through it. Action on MPs in RS ruckus pending. Okay, അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്താണ് ഇൻഡിസിപ്ലിൻ ഇൻ പാർലമെൻറ്റ് അല്ലെങ്കിൽ പാർലമെൻറ്റ് ഡിഗ്നിറ്റി കുറയുന്നു എന്നുള്ളൊരു ടോപ്പിക്കാണ്. ജസ്റ്റ് ഒന്ന് വായിക്കുക. നമുക്കതൊരു ഫ്യൂച്ചറിൽ ടോപ്പിക്ക് വരുമ്പോൾ ഒന്നുകൂടെ സ്പെസിഫിക് ആയിട്ട് ഡീൽ ചെയ്യാം. ഓക്കെ, ഹിയർ ഓക്കെ ദാറ്റ്സ് നോട്ട് സോറി ലെറ്റ്സ് സേ ഐ വാസ് ചെക്കിംഗ് വെദർ പാരീസ് ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ എന്തെങ്കിലും ആർട്ടിക്കൽ കണ്ടിന്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷേ പോപ്പിൻ്റെ ആയിട്ടുള്ള കണ്ടിന്യൂഷനാണ്. ദാറ്റ്സ് ഓക്കെ. ഓക്കെ, ഇന്ത്യ EU ട്രേഡ് ടോക്സ് ടു റെസ്യൂം ഡിസംബർ. അപ്പോൾ ഇന്ത്യ EU ട്രേഡ് ടോക്സ് കാലങ്ങളായിട്ടുള്ള പ്രോസസ്സിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതവിടെ നിൽക്കട്ടെ. എന്താണ് BRI ചെക്ക് ചെയ്യുക. വാട്ട് ഈസ് BRI? ഓക്കെ, അത് നോക്കുക. ദെൻ അഗെയിൻ ആ മിനിസ്റ്റേഴ്സ് ഇൻ്റർവ്യൂ ഈസ് ദർ. ബട്ട് ദിസ് ഐ തോട്ട് ഫസ്റ്റ് ഞാൻ തോർത്തു ഇത് ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ചാണെന്ന്. പക്ഷേ ഇത് കുറേ കാര്യങ്ങളെക്കുറിച്ചുള്ളൊരു മിക്സ്ഡപ്പ് ആയിട്ടുള്ളൊരു ഇൻ്റർവ്യൂ ആണ്. സോ ഐ ഡോണ്ട് തിങ്ക് വി നീഡ് ടു റീഡ് മച്ച്. ഈ ക്വസ്റ്റ്യനൊക്കെ ചിലപ്പോൾ നല്ല ക്വസ്റ്റ്യൻസ് ആണ്. ഇൻഫാക്ട് ദാറ്റ് ക്വസ്റ്റ്യൻസ് ഇറ്റ് സെൽഫ് ഗീവ്സ് എസ് ഹൈൻസൈറ്റ്. സോ ഈ ഒരൊറ്റ ക്വസ്റ്റ്യൻ ചെക്ക് ചെയ്യുക. ബാക്കി ഐ ഡോണ്ട് തിങ്ക് ഈസ് മച്ച് റിക്വയർഡ് ഹിയർ. സോ വി ക്യാൻ ഓക്കെ, വൺ മോർ തിങ് ഐ വിൽ സേ ഈസ് ദാറ്റ് വാട്ട് ഈസ് ഇ-ശ്രാം പോർട്ടൽ. അതും കൂടി ഒന്ന് നോക്കുക. ഈ ക്വസ്റ്റ്യൻ കൂടി ഒന്ന് നോക്കിയേക്കുക. ഗവൺമെൻറ് ഇൻഫോർമൽ സെക്ടറിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളുടെ ഒരു ബേസിക് ഐഡിയ കിട്ടും. ഓക്കെ, ഇന്ന് മ്യാൻമാർ മിലിറ്ററി എന്താണ് മ്യാൻമാർ സംഭവിക്കുന്നത് എന്നുള്ളത് നമ്മളൊന്ന് ഡിസ്കസ് ചെയ്തതാണ്. ഹുണ്ടയുടെ റൂളാണ്. ഹുണ്ടയുടെ റൂൾ എന്താണ് ചെയ്യുന്നതെന്നുള്ളതൊന്ന് നോക്കുക. അത്രേ ഉള്ളൂ. വേറെ ഇപ്പം അതിൻ്റെ അകത്ത് അധികം ഡീൽ ചെയ്യേണ്ട കാര്യമില്ല. ആൻഡ് ഓൾസോ ദിസ് സെയിം ഫോർ റുപ്പി ബോണ്ട്സ് ഗെയിൻ ഓൺ ഗ്ലോബൽ പ്രൈസ് ഡിക്ലൈൻ. ഇതൊന്നും നമുക്ക് നോക്കാം. എങ്ങനെയാണ് ഇപ്പോൾ ഡിഫറെൻറ്റ് പാരാമീറ്റേഴ്സും തമ്മിലുള്ള ബന്ധം, കറൻസി വാല്യൂ എന്നൊരു ക്വസ്റ്റ്യൻ UPSC പ്രിലിംസിൽ ഇഷ്ടം പോലെ ചോദിക്കാറുള്ളതാണ്. അപ്പം റുപ്പിയുടെ വാല്യൂ ഓയിൽ പ്രൈസും എങ്ങനെയാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത്, അല്ലെങ്കിൽ ബോണ്ട് ഗെയിൻസും ഗ്ലോബൽ ഓയിൽ പ്രൈസും എങ്ങനെയാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത്, എന്താണ് ഇൻഫ്ലേഷനും ഓയിൽ പ്രൈസും തമ്മിലുള്ള ബന്ധം. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ കൺസെപ്ച്വൽ ക്ലാരിറ്റി ഉണ്ടെങ്കിൽ, ഹാവ് കൺസെപ്ച്വൽ ക്ലാരിറ്റി ഉണ്ടെങ്കിൽ ഇറ്റ്സ് വെരി ഈസി ടു ഫിഗർ ഔട്ട് ദ റിലേഷൻഷിപ്പ്. അപ്പോൾ UPSC മേ ബി ഗീവിങ് എന്താണ് ഗ്ലോബൽ ഓയിൽ പ്രൈസ് ഡിക്ലൈൻ ചെയ്താൽ റുപ്പി ഡിക്ലൈൻ ആകും, അല്ലെങ്കിൽ റുപ്പി അപ്രീഷിയേറ്റ് ചെയ്യും, അല്ലെങ്കിൽ റുപ്പി ഡിപ്രീഷിയേറ്റ് ചെയ്യും. അപ്പോൾ ആ ബന്ധങ്ങൾ നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാമെങ്കിൽ നമുക്ക് എങ്ങനെ ക്വസ്റ്റ്യൻ വന്നാലും ഫ്രെയിം ചെയ്ത് നമുക്ക് ആലോചിച്ചിട്ട് ആൻസർ എടുക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു പ്രൊഫഷ്യൻസിയാണ് നിങ്ങൾ അറ്റൈൻ ചെയ്യേണ്ടത്. സോ ലുക്ക് ഇൻ ടു ദാറ്റ്. ഓക്കെ, ആ ഒരു ആസ്പെക്റ്റ് കൂടെ നോക്കുക. നിങ്ങളുടെ ബേസിക് ബുക്കിൽ നിന്ന് നോക്കാം. ഇത് ഒരു കുറച്ച് പാരാമീറ്റേഴ്സ് ഞാൻ തന്നേ ഉള്ളൂ. റൈറ്റ്. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നമുക്കിന്ന് നോക്കാനുള്ളത്. ഈ ഒരു കാര്യം ടേക്കിംഗ് എ നീ എന്നുള്ളത് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ബ്ലാക്ക് ലൈഫ് മാറ്ററുമായിട്ട് ബന്ധപ്പെട്ട് സ്പോർട്സിൽ ഓക്കെ BLM-ആയിട്ട് ബന്ധപ്പെട്ട് ടേക്കിംഗ് നീ എന്താണെന്ന് ഒന്ന് അറിഞ്ഞിരിക്കുക. സ്പോർട്സ് മാത്രമല്ല സൊസൈറ്റിയിൽ കൂടെ വരുന്ന കാര്യമാണ്. ബട്ട് ഇവിടെ നമുക്കിന്ന് സ്പോർട്സിൻ്റെ കോണ്ടസ്റ്റിൽ അത് നോക്കാം. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളാണെന്നുള്ള നന്നായിട്ട് റിവിഷൻ ചെയ്യാൻ നോക്കുക. ഇപ്പം നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ എൻ്റെ കൂടെ ഇഫ് യു ഹാവ് ബീൻ റീഡിങ് ദി ന്യൂസ് ഫോർ ലാസ്റ്റ് 1 to 2 months, you can see that most of the topics are repeating itself. അല്ലേ? അപ്പോൾ അങ്ങനെയാണ് കുറേ ടോപ്പിക്കുകൾ റിപ്പീറ്റ് ചെയ്ത് തന്നെയാണ് വരുന്നത്. എസ്പെഷ്യലി ഇതിനെ ഒരു വീക്കിലൊക്കെ ആണെങ്കിൽ ചില ഒരു പാറ്റേൺ ഉണ്ട്. ഇപ്പം നമുക്ക് നോക്കുവാണെങ്കിൽ ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ന്യൂസാണ്. അപ്പോൾ ഈ റിപ്പിറ്റേഷൻ ഈസ് വാട്ട് ഹെൽപ്സ് us to learn these things and to identify what all the things are important. അപ്പം ഇതിങ്ങനെ വായിച്ച് നമുക്ക് ഇവഞ്ച്വലി കാര്യങ്ങൾ ബൈ ഹാർട്ടും തറവാകും.
ആ പ്രോസസ്സാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. അല്ലാതെ ഒരു ദിവസം കുത്തിയിരുന്ന് മൊത്തം പഠിച്ചു തീർക്കാന്നുള്ള ആറ്റിറ്റ്യൂഡല്ല. നമ്മളിത് ഡേ ബൈ ഡേ വായിച്ച് നമുക്കിത് നമ്മുടെ ലൈഫ് നമ്മൾ സിനിമ കണ്ട പോലെ ഒരു ഫീലിംഗ് വരും എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ് നമുക്ക് വേണ്ടത്. ഓൾറൈറ്റ്, അപ്പോൾ ആ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കുക. ട്രസ്റ്റ് ഇൻ ദ പ്രോസസ്, സക്സസ് വിൽ ബി യുവേഴ്സ്. ഓൾറൈറ്റ്, സോ ഹാവ് എ ഗുഡ് ഡേ, ഹാപ്പി ലേണിംഗ്.